രണ്ടാമത്തെ ബലാത്സംഗ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ വലിയ തിരിച്ചടി ഉണ്ടായിരിക്കുകയാണ്. അറസ്റ്റ് ചെയ്തതിൽ വിരോധമില്ല എന്ന് വളരെ കൃത്യമായി സെഷൻസ് കോടതി വ്യക്തമാക്കിയിരിക്കുകയാണ്. ഇനി തിങ്കളാഴ്ച മുൻകൂർ ജാമ്യ ഹർജി പരിഗണിക്കണം എന്നാണ് കോടതി അറിയിച്ചിരിക്കുന്നത്. വിശദാംശങ്ങളുമായി ഐസൺ കൂടി നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ഐസൺ, ഇത് രാഷ്ട്രീയപരമായി നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ഡിസംബർ 15 വരെ ആദ്യത്തെ കേസിൽ അറസ്റ്റ് ചെയ്യരുത് എന്നുള്ള ഒരു നിർദ്ദേശം ഹൈക്കോടതിയിൽ നിന്ന് ഉണ്ടായിരിക്കുകയാണ്. CPM-ന് വലിയ തിരിച്ചടി നൽകുന്ന, സർക്കാരിന് വലിയ തിരിച്ചടി നൽകുന്ന ഒരു നീക്കമാണ് ഇന്ന് ഹൈക്കോടതിയിൽ നിന്ന് ഉണ്ടായത്. ഒപ്പം തന്നെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് വോട്ടെണ്ണലും കഴിഞ്ഞ് വലിയൊരു സാവകാശം കിട്ടുകയാണ്. അപ്പോൾ സ്വാഭാവികമായും കോൺഗ്രസിന് വലിയ ഒരു ആശ്വാസം കൈവരുന്ന സ്ഥിതി വന്നു. അപ്പോൾ തന്നെ UDF-നെ സംബന്ധിച്ച് ഇന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ്. ഇന്ന് മാധ്യമങ്ങളെ കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഈ തെരഞ്ഞെടുപ്പിൽ സ്വർണ്ണക്കൊള്ള വലിയ വിഷയമായി UDF ഉയർത്തിക്കാട്ടുകയാണ്. മറുഭാഗത്ത് ഇത് മറച്ചു വെക്കാൻ വേണ്ടി രാഹുൽ മാങ്കൂട്ടത്തിലിനെ ഉപാധിയാക്കാമെന്ന സർക്കാരിന്റെ കണക്കുകൂട്ടലും തെറ്റിപ്പോയി. ഇപ്പോൾ നോക്കൂ, പ്രോസിക്യൂഷൻ എടുത്തിരിക്കുന്ന ഒരു നിലപാട് തിങ്കളാഴ്ച മുൻകൂർ ജാമ്യ ഹർജി പരിഗണിക്കണം എന്ന് പറയുമ്പോൾ വളരെ കൃത്യമായി സർക്കാരിന്റെ ചില നീക്കങ്ങൾ നമുക്ക് മണത്തറിയാൻ കഴിയുന്നില്ലേ ഇക്കാര്യത്തിൽ? തീർച്ചയായും ഇക്കാര്യത്തിൽ ഒരു രാഷ്ട്രീയ വിഷയവും നിയമവിഷയവും വരുന്നുണ്ട് എന്നത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ രാഷ്ട്രീയ വിഷയം എന്ന് പറയുന്നത് ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോൾ പുറത്തു നിന്നാലും അറസ്റ്റിലായാലും തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് സംബന്ധിച്ച് വലിയ വെല്ലുവിളി കോൺഗ്രസ് നേരിടേണ്ട സാഹചര്യമുണ്ട്. സ്വാഭാവികമായി ഇത്രയും വൈകിയത് എന്തുകൊണ്ട്? 10 ദിവസമായി ഒളിവിൽ കഴിയുകയാണ് രാഹുൽ ഒളിവിൽ കഴിയുന്ന പ്രദേശങ്ങളെ സംബന്ധിച്ചുള്ള കൃത്യമായ വിവരങ്ങൾ ലഭ്യമാകുന്നുണ്ട് എങ്കിൽ കൂടി സ്വാഭാവികമായും അത് അയാളെ ട്രേസ് ചെയ്യുന്നതിനോ പിടികൂടുന്നതിനുള്ള സാധ്യത ലഭ്യമാകുന്നില്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ചില സ്ഥിരീകരിക്കാത്ത വിവരങ്ങളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ കേരള കർണാടക അതിർത്തിയിൽ, അതായത് മാംഗ്ലൂരിനും ആ പരിസരങ്ങളിലെല്ലാം തന്നെ ഇയാളുണ്ട് എന്നും ഇയാളുടെ ഫോൺ ബാംഗ്ലൂരുമാണ് എന്ന ചില സൂചനകൾ നേരത്തെ പുറത്തു വന്നിരുന്നു. അത് സംബന്ധിച്ചുള്ള ചില തെറ്റിദ്ധരിപ്പിക്കുന്ന നീക്കങ്ങൾ ഇയാളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നുണ്ട് എന്ന ചില സൂചനകൾ പുറത്തു വരുന്നുണ്ട്. പക്ഷേ പോലീസ് ഇക്കാര്യം സ്ഥിരീകരിക്കുകയൊന്നും ചെയ്തിട്ടില്ല എന്നത് മറ്റൊരു വസ്തുതയാണ്. മാത്രമല്ല, ഇപ്പോൾ ഇയാൾ ഒളിവിൽ കഴിയുന്ന പ്രദേശം എന്ന് പറയുന്നത് എസ്റ്റേറ്റുകൾ നിറഞ്ഞ, കാപ്പിത്തോട്ടങ്ങളൊക്കെ നിറഞ്ഞൊരു പ്രദേശമാണ്. ആ പ്രദേശത്ത് എവിടെയോ ഒരു ഇടത്തിലാണ് ഇയാൾ കഴിയുന്നത്, രഹസ്യമായി കഴിയുകയാണ് എന്നാണ് മനസ്സിലാക്കാനും സാധിക്കുന്നത്. സ്വാഭാവികമായും അവിടെ എത്തി പോലീസിന് പിടികൂടാനുള്ള സാധ്യത പരിമിതമാണ്. കർണാടക പോലീസിൻ്റെയൊക്കെ സഹായം വേണ്ടിവരും. കർണാടകത്തിൽ ഭരിക്കുന്നത് കോൺഗ്രസ് ആണ് എന്നൊരു യാഥാർത്ഥ്യം കൂടിയുണ്ട്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഇച്ചിരി സങ്കീർണമായ ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിപ്പെട്ടിരിക്കുന്നത് എന്നാണ് ആ കാര്യത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്ത് തന്നെയായാലും രണ്ട് മുന്നണികളെ സംബന്ധിച്ചിടത്തോളമായാലും ഇതൊരു വെല്ലുവിളിയായ വിഷയമായി തന്നെ മാറുകയാണ്. ഇത്തരത്തിൽ തങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്ന ഒരു MLA, അതും പലതരത്തിൽ വലിയ രീതിയിൽ പ്രൊമോട്ട് ചെയ്യപ്പെട്ട ഒരു MLA, പല രീതിയിൽ പ്രൊമോട്ട് ചെയ്യപ്പെട്ട MLA, അതുപോലെ തന്നെ തങ്ങളുടെ ബാന്ധവങ്ങളെ, അതായത് ഈ ചില ബഹുജന മുസ്ലിം സംഘടനകളുമൊക്കെയായി ഇടപെടുകയും അല്ലെങ്കിൽ അത്തരത്തിലുള്ള SDP പോലുള്ള സംഘടനകളായി ഇടപെടുകയും അവർക്കിടയിൽ ഒരു സന്ധിയായി പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്യുന്ന ഈ MLA-യുടെ ഭാഗത്ത് നിന്ന് ഇത്തരമൊരു നീക്കമുണ്ടായത് അവരെ രാഷ്ട്രീയമായി ക്ഷീണിപ്പിച്ചിട്ടുണ്ട് എന്നതൊരു യാഥാർത്ഥ്യം തന്നെയാണ്. അതേസമയം സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം 10 ദിവസവുമായി ഇയാളെ പിടികൂടാൻ സാധിച്ചില്ല എന്നതും ഒരു വസ്തുതയാണ്. ഇക്കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി 2 മാധ്യമങ്ങളോടുള്ള മീറ്റ് ദ പ്രസിലും അറിയിച്ചത്, ഈ നിലപാടുകൾ അറിയിച്ചതിൻ്റെ ഭാഗമായി വ്യക്തമാക്കിയത് ഈ രാഹുൽ മാങ്കൂട്ടത്തിലിനെ ഒളിവിൽ പാർപ്പിക്കുന്നത് കോൺഗ്രസ് ആണ് എന്നാണ്. സ്വാഭാവികമായും കോൺഗ്രസ് ഇക്കാര്യത്തിൽ ചില വിട്ടുവീഴ്ചകൾ ചെയ്തിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്നാൽ കോൺഗ്രസ് നിലവിൽ ആ ഒരു ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നില്ല. പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയ ആളെ സംബന്ധിച്ച് തങ്ങൾക്ക് നിലപാടുകളില്ല എന്ന് കൃത്യമായി പല നേതാക്കൾ പറയുന്ന ഒരു സാഹചര്യവുമുണ്ട്. നിലവിലെ സാഹചര്യത്തിൽ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് നടക്കുന്ന വേളയിൽ രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ വിഷയം ഒരു വിഷയമായി, പ്രചരണ വിഷയമായി ഏറ്റെടുക്കാൻ LDF തീരുമാനിക്കുമ്പോൾ സ്വാഭാവികമായും ശബരിമല സ്വർണ്ണക്കൊള്ള സംബന്ധിച്ചുള്ള വിഷയങ്ങൾ ഏറ്റെടുക്കാൻ UDF-ഉം നീക്കങ്ങൾ നടത്തുന്നു. ഈ രണ്ട് മുന്നണികളുടെയും ഈ കാപട്യം കൃത്യമായി തുറന്നു കാട്ടിക്കൊണ്ടുള്ളൊരു നീക്കം NDA-യുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നു. തീർത്തും തെരഞ്ഞെടുപ്പ് രംഗത്ത് രാഹുൽ മാങ്കൂട്ടത്തിൽ ഉണ്ടാക്കി വെച്ച ഈ നാണക്കേട് ഒരു ചർച്ചാ വിഷയമാവുകയും സ്വാഭാവികമായും ഈ ശബരിമല സ്വർണ്ണക്കൊള്ള സംബന്ധിച്ച വിഷയവും ചർച്ചാ വിഷയമാവുകയും ചെയ്യുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാനും സാധിക്കുന്നത്. പക്ഷേ നിയമപരമായ പ്രശ്നങ്ങൾ നിൽക്കുന്നത് തിങ്കളാഴ്ച കേസെടുക്കുന്നതിന് മുമ്പ്, കേസ് പരിഗണിക്കുന്നതിന് മുമ്പ് ഇയാളെ അറസ്റ്റ് ചെയ്യാം എന്ന് കോടതിക്ക് എതിർപ്പില്ല എന്ന് പറയുന്ന ഒരു സാഹചര്യത്തിൽ സ്വാഭാവികമായും ഇയാളെ അറസ്റ്റ് ചെയ്യാനുള്ള സാധ്യത പോലീസിന് ഉണ്ട് എന്നതൊരു വസ്തുതയാണ്. അങ്ങനെയെങ്കിൽ പോലീസിനെ കടുത്ത നടപടിയിലൂടെ ഉണ്ടാകുമോ എന്നാണ് നമ്മൾ ഈ വരും മണിക്കൂറുകളിൽ കണ്ടറിയേണ്ടത്. ശ്രീനന്ദ കൂടി നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീനന്ദ, രാഹുൽ ഈ കോടതിയിൽ ഉയർത്തിയ പ്രതിരോധം എന്ന് പറയുന്നത് പരാതിക്കാരിയുടെ പേര് പോലും ഇല്ലാതെ ലഭിച്ച ഇമെയിലിന്റെ അടിസ്ഥാനത്തിലാണ് കേസെടുത്തിരിക്കുന്നത്.
ബലാത്സംഗം നടന്നു എന്ന് പറയുന്ന സ്ഥലമോ സമയമോ രേഖപ്പെടുത്തിയിട്ടില്ല ഈ പരാതിയിൽ. അതുകൊണ്ട് തന്നെയാണ് ജാമ്യ ഹർജി നൽകുന്നതും മുൻകൂർ ജാമ്യം നൽകണമെന്ന വാദം രാഹുൽ മുന്നോട്ട് വെക്കുന്നതും. അതിനെതിരെ അതിശക്തമായ നിലപാട് സെഷൻസ് കോടതി എടുത്തിരിക്കുന്നു എന്നാണ് മനസ്സിലാകുന്നത്. 0 FIR രജിസ്റ്റർ ചെയ്യാമല്ലോ എന്ന് കോടതി പറയുന്നുണ്ട്. ഈ പരാതിയെക്കുറിച്ചൊരു വിവരം ലഭിച്ചാൽ പോലും FIR എടുക്കാൻ കഴിയുന്ന നിയമവ്യവസ്ഥയുള്ള ഒരു രാജ്യത്താണ് ഇത് സംഭവിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ രാഹുലിന്റെ വാദങ്ങൾ സെഷൻസ് കോടതിയിൽ വിലപ്പോയില്ല, അല്ലേ? കോടതി രാഹുലിനോട് ചോദിച്ചത് 0 FIR രജിസ്റ്റർ ചെയ്യാമല്ലോ എന്നുള്ളൊരു കാര്യമാണ്. കാരണം രാഹുൽ ഇതിൽ പറഞ്ഞത് ഇത് വളരെ മുൻപ് നടന്നൊരു സംഭവമായിട്ടാണ് ഈ ഒരു പരാതി വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു പരാതിയിൽ എന്തുകൊണ്ടാണ് കോടതി ഇടപെടേണ്ട ആവശ്യമില്ല, അല്ലെങ്കിൽ കോടതി അതിൽ ഒരു തീർപ്പ് കൽപ്പിക്കേണ്ട ആവശ്യമില്ല എന്നൊരു നിലപാടൊക്കെയാണ് നമ്മുടെ രാഹുലിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. അതിനൊക്കെയാണ് രാഹുലിന് ഇപ്പോൾ കോടതി ഒരു മറുപടി നൽകിയിരിക്കുന്നത്. കോടതി പറഞ്ഞത് എത്ര കാലതാമസം വന്നാലും ബലാത്സംഗം എന്ന് പറയുന്ന ഒരു കുറ്റകൃത്യമാണ്. അത് കാലതാമസം എടുത്തു എന്ന് കരുതി അത് ബലാത്സംഗം അല്ലാതെയാകുന്നില്ല എന്നൊരു കാര്യമാണ് കോടതി പറഞ്ഞത്. അതുകൊണ്ട് തന്നെ അതിന് FIR എടുക്കേണ്ടത് അത്യാവശ്യമാണ്. ആരും പറഞ്ഞിട്ടോ കേട്ടിട്ടോ അല്ല അതിൽ FIR എടുക്കേണ്ടത്. പോലീസ് ഇത്തരത്തിലൊരു പരാതി ലഭിച്ചു കഴിഞ്ഞാൽ FIR ഉടനടി എടുക്കേണ്ടത് അത്യാവശ്യകരമായ ഒരു കാര്യമാണ്. അത് കോടതി ഇതെല്ലാം തന്നെ കോടതി രാഹുലിനോട് ചോദിച്ച ഒരു ചോദ്യമാണ്. വിവരം ലഭിച്ചാൽ തന്നെ FIR എടുക്കേണ്ട ഒരു നിർദ്ദേശം എല്ലാവർക്കും തന്നെയുണ്ട്, പോലീസിനുണ്ട്. അപ്പോൾ പിന്നെ എന്തുകൊണ്ടാണ് കാലതാമസം വന്നു എന്ന് പറഞ്ഞ് FIR എടുക്കാണ്ടിരിക്കേണ്ട ഒരു കാര്യം ഉണ്ടായത് എന്നൊരു കാര്യമാണ് രാഹുലിനോട് കോടതി ചോദിച്ചത്. എന്തായാലും 0 FIR അടക്കം എടുക്കാനുള്ള ഒരു സംവിധാനം ഉള്ളൊരു സാഹചര്യത്തിൽ 2023 നടന്നൊരു കേസിനെ എന്തിനാണ് ഇത്രയും നാൾ കൊണ്ട് ഇഴച്ചുകൊണ്ട് പോയതെന്നൊരു കാര്യം രാഹുൽ എടുത്തു ചോദിക്കുന്നുണ്ടായിരുന്നു. ഇതിനെല്ലാത്തിനും ഒരു മറുപടിയാണ് രാഹുലിന് കോടതി നൽകിയിരിക്കുന്നത്. ബലാത്സംഗ കേസ് എത്രത്തോളം പഴയ കേസായാലും ശരി, അത് ബലാത്സംഗമാണ്, അത് കുറ്റകൃത്യമാണ്. അതിന് FIR അത് അങ്ങനെ ഒരു കേസ് അറിഞ്ഞാൽ കൂടി FIR എടുക്കേണ്ട ഒരു സാഹചര്യമുണ്ട് എന്നാണ് രാഹുലിന് തിരിച്ചടി എന്നോളം കോടതി രാഹുലിനോട് പറഞ്ഞിരിക്കുന്നത്. രാഹുലിന്റെ ഓവർ കോൺഫിഡൻസ് ആയിരുന്നു ഇന്ന് ആദ്യത്തെ ഹൈക്കോടതി ജാമ്യഹർജി, അതിജീവിതയുടെ കേസിൽ ജാമ്യഹർജി സമർപ്പിച്ചപ്പോൾ അറസ്റ്റ് തടഞ്ഞുകൊണ്ടുള്ളൊരു ഉത്തരവ് ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായി. ഇത് ആ ഒരു ഓവർ കോൺഫിഡൻസോട് കൂടിയാണ് അദ്ദേഹം ഇന്ന് ഇപ്പോൾ തിരുവനന്തപുരം ജില്ലാ സെഷൻസ് കോടതിയിലേക്ക് രണ്ടാമത്തെ കേസിൽ ഒരു മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയത്. എന്നാൽ അതിലൊരു കൃത്യമായ തിരിച്ചടിയാണ് അദ്ദേഹത്തിന് ഏറ്റിരിക്കുന്നത്. ആ ഒരു FIR ഒരു ഇത്രത്തോളം പഴകിയ ഒരു കേസാണെങ്കിൽ കൂടി അത് ആദ്യത്തെ കേസിനേക്കാൾ കുറച്ചുകൂടി മൂർച്ചയേറിയ ഒരു കേസാണ്. അതുകൊണ്ട് തന്നെ യുവതിയുടെ മൊഴി ഉടൻ തന്നെ രേഖപ്പെടുത്തണമെന്ന് പോലീസിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. യുവതി ഇത്തരത്തിലൊരു കംപ്ലൈന്റ് ഇമെയിൽ മുഖേനയാണ് നൽകിയിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇമെയിൽ മുഖേന നൽകിയാൽ കൂടി ഇത് പരാതിയാണ്. ആ യുവതിയുടെ ആ ഒരു മാനസിക സംഘർഷം വെളിപ്പെടുത്തുന്ന ഒരു പരാതിയാണ് ഈ നൽകിയിരിക്കുന്നത്. ആ പരാതിയിന്മേൽ FIR എടുക്കേണ്ടത് ഒരു പോലീസിന്റെ ഉത്തരവാദിത്തമാണ്. അത് പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായി കഴിഞ്ഞു. അതിന് യാതൊരുവിധ തെറ്റുമില്ല എന്നാണ് കോടതി ഇതിൽ രാഹുലിന് നൽകിയ ഒരു മറുപടി